ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫൈലം ഒണൈക്കോഫോറയാണ്. ഇതിനകത്ത് പെരിപാറ്റസ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസം നമ്മൾ ടിപ്പിക്കൽ എക്സാമ്പിളായിട്ട് പഠിക്കും. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ലിവിങ് ഫോസിലാണ്, എക്സാംസിനൊക്കെ ഒരുപാട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ഈ ക്യാരക്ടേഴ്സ്. ഈ പിന്നെ ഒണൈക്കോഫോറ അതിനകത്ത് പെരിപാറ്റസിനെ നമ്മൾ എന്ത് പറയുന്നത്, ഒരു കോമൺ നെയിം ഉണ്ട്, വെൽവെറ്റ് വോം. കാരണം അതിൻ്റെ ബോഡി കണ്ടു കഴിഞ്ഞാൽ വെൽവെറ്റ് പോണക്കാൽ ഇരിക്കും. പിന്നെ അത് അതിൻ്റെ ആ കാല് നല്ല ടിപ്പിക്കലായിട്ട് എടുത്തറിയാം. അതുകൊണ്ട് വാക്കിംഗ് വോംസ് എന്നും നമുക്ക് പറയാം. എന്തോന്ന്, വാക്കിംഗ് വോംസ് എന്നും നമുക്കതിനെ വിളിക്കാം. എത്ര സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്തു ഒണൈക്കോഫോറയിൽ? 1 ടൺ സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് പോകാം. ബോഡി നോക്കിക്കഴിഞ്ഞാൽ ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാം 3 ബോഡി ലൈസ് ഉണ്ട്, എക്ടോഡോം, എൻഡോഡോം, മീസോഡോം. സിമെട്രി എന്ന് പറയുന്നത് ബൈലാറ്ററൽ സിമെട്രിയാണ്. പിന്നെ സെഗ്മെന്റഡ് ബോഡി ആണെങ്കിലും എക്സ്റ്റേണൽ സൈൻ ഓഫ് സെഗ്മെന്റേഷൻ ഇല്ല. അതായത് ബോഡിയുടെ ഉള്ളിൽ നോക്കിയാലേ നമുക്ക് ബോഡി സെഗ്മെന്റഡ് ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മൾ അനലിറ്റിക്സ് ഒക്കെ പഠിച്ചപ്പോഴത്തേക്ക് ബോഡിയിൽ സെഗ്മെന്റേഷൻ, ഓരോ സെഗ്മെന്റിനെയും തിരിക്കാൻ ഇങ്ങനൊരു സെപ്റ്റ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ സെഗ്മെന്റഡ് ആണ് ബോഡി എങ്കിലും ഇന്റേണലി ഇങ്ങനത്തെ ഒരു സെപ്റ്റ ഇല്ല കേട്ടോ. പക്ഷേങ്കിൽ ഇവിടുത്തെ മസിൽസും ബ്ലഡ് വെസൽസ് അതിൻ്റെയൊക്കെ അറേഞ്ച്മെന്റ് നോക്കിയിട്ട്, അതായത് ഓരോ സെഗ്മെന്റ് വൈസ് ഇൻഡിപെൻഡന്റ് യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇന്റേണലി സെഗ്മെന്റേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇവിടെ സെപ്റ്റ ഇല്ല എന്നുള്ളതൊന്ന് ഓർത്തോളുക. ക്യൂട്ടിക്കിൾ ഉണ്ട്. ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും പുറമേ കാണുന്നതാണ്. ഇവിടുത്തെ ക്യൂട്ടിക്കിൾ എങ്ങനെയാണ്? തിന്നാണ്, കൈറ്റിനസ് ആണ്, ബോഡിയെ കവർ ചെയ്ത് കാണും. ഫ്ലെക്സിബിൾ ആണ്, അത് നോട്ട് ചെയ്തോണം. കണ്ടോ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്യൂട്ടിക്കിളാണ്. പെർമിയബിൾ ആണ്. ഇതിന് അനലിറ്റ്സുമായിട്ട് ഒരു അഫിനിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ ഈ ക്യൂട്ടിക്കിളിൻ്റെ ഈ പോയിന്റ് ഓർത്തോണേ. ഫ്ലെക്സിബിൾ ആണ് ക്യൂട്ടിക്കിൾ. ഉണ്ടാക്കിയിരിക്കുന്നത് എന്തൊക്കെ വെച്ചിട്ടാണ്? ആൽഫ കൈറ്റിൻ ആൻഡ് പ്രോട്ടീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2 ലേസ് ഉണ്ട്. പുറത്തത് എപ്പോഴും പുറമേ ഉള്ളതിന് എപ്പിഡെർമിസ്, അങ്ങനെ അല്ലേ. അതുകൊണ്ട് ക്യൂട്ടിക്കിളിന്റെ പുറമേ ഉള്ള ലെയറിന് എപ്പി ക്യൂട്ടിക്കിൾ എന്ന് പറയും. അടിയിലുള്ള ലെയറിന് എൻഡോ ഉണ്ടോ, എൻഡോ എന്ന പേര് കേൾക്കുമ്പോൾ അറിയാം ഉള്ളിലെ എൻഡോ ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിൾ എല്ലായിടത്തും നമ്മൾ പഠിച്ചിട്ടുള്ളിടത്തെല്ലാം ക്യൂട്ടിക്കിൾ സെക്രീറ്റ് ചെയ്യുന്ന ഏതായിരിക്കും? എപ്പിഡെർമസ് അല്ലേ. ക്യൂട്ടിക്കിളിന്റെ അടിയിലാണല്ലോ എപ്പിഡെർമസ് വരുന്നത്. എപ്പിഡെർമസ് ആണ് ഈ ക്യൂട്ടിക്കിൾ സെക്രീറ്റ് ചെയ്യുന്നത്. ബോഡിയെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഇവിടെ നോക്കി, ഹെഡ് ഇൻഡിസ്റ്റിങ്ക്റ്റ് ആണ്, എന്നാലും ഒരു ആൻറ്റീരിയർ ഇൻഡിസ്റ്റിങ്ക്റ്റ് ഹെഡ് എന്നും പിന്നെ പോസ്റ്റീരിയർ ഡിസ്റ്റിങ്ക്റ്റ് ലോങ് ട്രങ്ക്. അപ്പം ഹെഡ് ട്രങ്ക് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഹെഡ് ഇൻഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഹെഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഹെഡിൽ 3 പെയേഴ്സ് ഓഫ് അപ്പൻഡേജസ്. എത്രയാണ്? 3 പെയേഴ്സ് ഓഫ് അപ്പൻഡേജസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഇപ്പം നമുക്ക് നോക്കണ്ടേ. 1 പെയർ ഓഫ് ആനുലേറ്റഡ് സെൻസറി ആൻറ്റിന ഉണ്ടോ. ആനുലേറ്റഡ് ഇങ്ങനെ റിംഗ് പോണക്ക് ഓരോ എന്താണ് സെപ്പറേഷൻസ്, ഒരു ആനുലേറ്റഡ് ആൻറ്റിനയാണ്. രണ്ടാമത്തെ അപ്പൻഡേജ് എന്ന് പറയുന്നത് ഷാർപ്പ് സ്ക്ലിറോട്ടൈസ്ഡ് മാൻഡിബിൾ ഉണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ കാണാം മൗത്ത്. ഇത് മൗത്താണ്. മൗത്തിൻ്റെ ഉള്ളിൽ മാൻഡിബിൾസ് കാണാം. അതൊരു വീഡിയോ കാണിക്കുമ്പോൾ ഞാൻ അന്നേരം അതിൽ കാണിച്ചു തരാം. മൂന്നാമത് ഉണ്ടോ ഓറൽ പാപ്പിലെ, ഒരു പെയർ ഓറൽ പാപ്പിലെ. അപ്പോൾ 1, 2, 3. അപ്പം 3 അപ്പൻഡേജസ് ആണ് ഹെഡിൽ ഉള്ളത്. പിന്നെ ഈ ഓറൽ പാപ്പിലുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് സ്ലൈം ഗ്ലാൻഡ് ആണ്. അടിപൊളി. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടബിൾ ഒരു ഫീച്ചറാണ് ഇതിൻ്റെ ഒരു പ്രേ ക്യാപ്ചറിങ്. ആ ഒരു മീൻസ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഗ്ലാൻഡാണ്. അത് ഞാനൊരു വീഡിയോ കാണിക്കാം, അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാകും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് സ്ലൈം ഗ്ലാൻഡ്, ഓർത്തോണേ. അപ്പോൾ ഇനി ട്രങ്കിലോട്ട് വരാം. ട്രങ്കിൽ ലെഗ് ഉണ്ട്. എങ്ങനത്തെ ലെഗാന്ന് നോക്കി, അൺജോയിൻറ്റഡ് ലെഗ്സ് ആണ്. ഓരോ സെഗ്മെന്റിലും സെപ്പറേറ്റ് ലെഗാണ്. അതിൻ്റെ ഷേപ്പ് കണ്ടോ, ഒരു കോണിക്കൽ ഷേപ്പാണ് കണ്ടോ. കോണിക്കൽ ആണ്, ഫ്ലഷിയാണ്, സ്റ്റബി കുള്ളനാണ്, യൂണിറാമസ് ഒറ്റ ഒരു, അല്ലാതെ ഡൈവേർഷൻ ഒന്നുമില്ല, ഇങ്ങനെ കോണിക്കലായിട്ടിരിക്കും. എത്ര എണ്ണം കാണും? 30 × 43 പെയേഴ്സ് ഓഫ് ലെഗ്സ് കാണും. മെയിൽ പോസസ്
മെയിലിനെയും ഫീമെയിലിനെയും വെക്കുമ്പോൾ ആരുടെ ബോഡിയിലാണ് കൂടുതൽ ലെഗ്സ് ഉള്ളത്? ഫീമെയിൽസിന്റെ ബോഡിയിലാണ് കൂടുതൽ ലെഗ്സ് ഉള്ളത്. ഇനി ഓരോ ലെഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ടിപ്പിൽ 2 ക്ലോസ് നമുക്ക് കാണാം. കണ്ടോ? ക്ലോസ്, 2 നഖം ഉണ്ടോ? ഒരു പെയർ ഓഫ് ക്ലോസ് നമുക്ക് കാണാം. ഈ ബോഡി ക്യാവിറ്റിക്ക് പ്രത്യേകതയുണ്ട്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാവിറ്റി ഒന്നും ഇവിടെ ഇല്ല. ഇവിടുത്തെ ക്യാവിറ്റി എന്ന് പറയുന്നത് ഹീമോസീലാണ്. കാരണം ബ്ലഡ് സെൽസ് പിന്നെ ആ സീലോമിൽ കാണുന്നത് കൊണ്ട് അതിനെ ഹീമോസീൽ എന്ന് പറയും. വെച്ചാൽ ആ സീലോമിൽ ബ്ലഡിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട്. അപ്പം ഈ ഹീമോസീലാണ് ഇന്റേണൽ ഓർഗൻസിനെ എല്ലാം കവർ ചെയ്ത് ഇങ്ങനെ കാണും, ഇന്റേണൽ ഓർഗൻസിനെ. അപ്പോൾ ഹീമോസീലിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഈ മൊത്തത്തിലുള്ള ഹീമോസീലിനെ എങ്ങനെയാണെന്ന് അറിയാം. ഒരു സെപ്റ്റം എന്നുവെച്ചാൽ ഹീമോസീലിനെ ഡിവൈഡ് ചെയ്യാനുള്ള ഒരു സെപ്റ്റം ഉണ്ട്. ആ സെപ്റ്റത്തിന്റെ പേര് എന്താണെന്ന് നോക്കിയേ, ഹോറിസോണ്ടൽ പെരികാർഡിയൽ സെപ്റ്റം എന്നാണ് പേര് പറയുന്നത്. ഹോറിസോണ്ടൽ എന്ന് പറയുമ്പോൾ അതിന്റെ ആ പൊസിഷൻ ഓർത്തോണം. പെരികാർഡിയൽ എന്ന് വെച്ചാൽ ഹാർട്ടിന്റെ അടുത്തൂടെ ഉള്ളതാണ് ആ സെപ്റ്റം. പെർഫറേറ്റഡ് ആണ്, അതിനകത്ത് ഹോൾസ് ഉണ്ട്. അപ്പോൾ പെർഫറേറ്റഡ് ഹോറിസോണ്ടൽ പെരികാർഡിയൽ സെപ്റ്റമാണ്. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹീമോസീലിനെ എന്തൊക്കെയായിട്ട്, ഒരു ഡോസൽ പെരികാർഡിയൽ സൈനസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സ്പേസ് എന്ന് ഓർത്താൽ മതി, സീലോം എന്ന് ഓർത്താൽ മതി. വെൻട്രൽ പെരിവിസറൽ സൈനസ്, ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാനതാ വരച്ചേക്കുന്നത്. ഇതാണ് ഇങ്ങനെ ഹോറിസോണ്ടൽ ആണെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പൊസിഷൻ. ഏതാ നമ്മുടെ ഹോറിസോണ്ടൽ പെരികാർഡിയൽ സെപ്റ്റത്തിന്റെ. അപ്പം ഇതിന്റെ ഡോസൽ സൈഡിൽ പെരികാർഡിയൽ സൈനസും വെൻട്രൽ സൈഡിൽ വിസറൽ എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം സോഫ്റ്റ് ഇന്റേണൽ ഓർഗൻസ്. പെരികാർഡിയൽ എന്ന് പറയുമ്പോൾ ഹേർട്ടിനെ, ഇപ്പൊ ഹേർട്ടൊക്കെ ഈ ഒരു പ്ലേസിലായിരിക്കും ഇരിക്കുന്നത്. ബോഡി ക്യാവിറ്റി മനസ്സിലായോ? ഹേർട്ട് ലൈസ് ഇൻ ദ പെരികാർഡിയൽ സൈനസ്. ഇനി ഹേർട്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഹേർട്ട് ഒരു മസ്കുലാർ ട്യൂബാണ് ഇവിടെ കേട്ടോ. ഹേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ട്യൂബ് പോലെ ഇരിക്കുന്നത്, മസ്കുലാർ ട്യൂബാണ്. അപ്പം ബോഡി ഇതിന്റെ എന്തുവാ, ഒണൈക്കോഫോറയുടെ ബോഡി ഇങ്ങനെയാണെങ്കിൽ ഈ ഓരോ ഇതിപ്പോൾ ഒരു സെഗ്മെന്റേഷൻ മാർക്ക് ഇല്ലെങ്കിൽ നമുക്ക് സെഗ്മെന്റ്സ് ആയിട്ട് മനസ്സിലായിക്കണം. അപ്പോൾ ഹേർട്ടിൽ ഓരോ സെഗ്മെന്റിന്റെയും ഫേസ് ചെയ്തുകൊണ്ട് ഈ ട്യൂബുലർ ഹേർട്ടിൽ പെയ്ഡ് ഓപ്പണിംഗ് ഉണ്ട്. അതിന് ഓപ്പണിങ്ങിന് പറയുന്ന പേരാണ് ഓസ്റ്റിയ എന്ന് പറയും. മനസ്സിലായോ? ഓസ്റ്റിയ. ഹെയ്മൽ സിസ്റ്റം ഓപ്പൺ ടൈപ്പ് ആണെന്ന് പറയാൻ കാരണം സീലോമിൽ ബ്ലഡ് അങ്ങനെ കാണുന്നുണ്ട്. കാരണം ക്ലോസ്ഡ് വെസൽസിലല്ലാതെ ബ്ലഡ് കാണുന്നുണ്ട്. സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പ് ആണ്. ഇനി റെസ്പിറേറ്ററി ഓർഗൻസിലോട്ട് പോവുകയാണെങ്കിൽ ട്രക്കിയ എങ്ങനെയാണെന്നറിയോ, ഒരു ടഫ്റ്റ്, കുറച്ച് ഒരു ടഫ്റ്റ് എന്ന് വെച്ചാൽ അറിയാലോ, ഒരു കുല അല്ലേ, ഒരു കുല, ടഫ്റ്റ് ഓഫ് ട്യൂബ്സ് ആയിട്ടാണ് കാണുന്നത്. കണ്ടോ? ഇങ്ങനെ ടഫ്റ്റ് ഓഫ് ട്യൂബ്സ്. ഈ ട്യൂബ്സ് ഓരോന്നും ടിഷ്യൂസിന് ഡയറക്റ്റ്ലി ഓക്സിജൻ അങ്ങ് സപ്ലൈ ചെയ്യുവാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഗനൈസേഷൻ. ഒക്കർ ഇൻ ടഫ്സ്, ഒരു ഗ്രൂപ്പ്, ഒരു ബഞ്ചായിട്ടാണ്. ഇനി എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ഇവിടെയും നെഫ്രീഡിയാണ്. നമ്മുടെ അനലിസിലും ഉണ്ടായിരുന്നു, നെഫ്രീഡിയായിരുന്നു. പിന്നെ ഒരു കാര്യം, സെഗ്മെന്റലി അറേഞ്ച്ഡ് നെഫ്രീഡിയ കേട്ടോ. അപ്പോൾ ഈ നെഫ്രീഡിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ നെഫ്രീഡിയയ്ക്ക് ഈ നെഫ്രീഡിയ നോക്കി, ഇതിനൊരു എൻഡ് സാക്ക് ഉണ്ട്, ബ്ലൂ പോർഷൻ കണ്ടോ, എൻഡ് സാക്ക്. അത് കൂടാതെ ഒരു ഡക്റ്റ്, അപ്പോൾ എൻഡ് സാക്ക് ഉണ്ട്, പിന്നെ ഒരു ഡക്റ്റ് ഉണ്ട്, പിന്നെ ഒരു ഓപ്പണിംഗ്, നെഫ്രീഡിയോ പോർ. അപ്പം ഇങ്ങനെ ഉള്ളതായതുകൊണ്ട് അതിൻ്റെ ആ നെഫ്രീഡിയയ്ക്ക് ഒരു പേര് നമ്മൾ പറയുന്നത് സാക്കേറ്റ്, ഒരു സാക്ക് ലൈക്ക് നെഫ്രീഡിയ, സാക്കേറ്റ് നെഫ്രീഡിയാണ് ഈ ഒണൈക്കോ ഫോറൻസിനകത്തുള്ളത്. മനസ്സിലായോ? ഇനി എൻ്റെ ഫുഡ് നോക്കിക്കഴിഞ്ഞാൽ ഇത് കുഞ്ഞു ആർത്രോപോഡൻസിനെയാണ് കഴിക്കുന്നത്. ഇതിനെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഒരു പ്രോട്ടീനേഷ്യസ് സെക്രീഷൻ ഇങ്ങനെ ഫയർ ചെയ്ത് വിടും. ഏത് ഗ്ലാൻഡിൽ നിന്നാണ്? സ്ലൈം ഗ്ലാൻഡ്. നേരത്തെ കണ്ടായിരുന്നല്ലോ, സ്ലൈം ഗ്ലാൻഡ് ഓറൽ പാപ്പിലുമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ. ആ ഓറൽ പാപ്പില വഴിയാണ് ഇങ്ങനെ ജെറ്റ് പോണക്ക് ഇങ്ങനെ ഫയർ ചെയ്തിട്ട് അതിൻ്റെ പ്രേ. അപ്പം ഞാനത് കാണിക്കാം. ഇതാണ് സ്ലൈം ഗ്ലാൻഡ്സ് കണ്ടോ. ഇനി ഒരു വീഡിയോയിലൂടെ നിങ്ങളെ അത് ഞാൻ ഒത്തിരി നന്നായിട്ട് കാണിച്ചു തരാം. ഇവിടെ അത് ഓറൽ പാപ്പിലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടോ? ഓക്കെ. ഇനി എൻ്റെ നെർവസ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ നെർവസ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ബ്രെയിൻ ഉണ്ട്. ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് എ ഡോസൽ ബ്രെയിൻ ഉണ്ടോ. ഇതാണ് ഡോസൽ ബ്രെയിൻ ഉണ്ട്. പിന്നെ ബ്രെയിനിൻ്റെ അവിടുന്ന് അത് നമുക്ക് അത്ര ഡിമാർക്കേറ്റ് ചെയ്ത് അറിയാൻ പറ്റില്ല, ചെറിയ ഒരു
ബ്രാഞ്ച് വരും. അതിനെയാണെന്ന് പറയും സർക്കുംസെൻട്രിക് കണക്റ്റീവ്സ് എന്ന് പറയും. സർക്കുംസെൻട്രിക് കണക്റ്റീവ്സ്. ഇനി അതിൽ നിന്ന് പിന്നെ എ പെയർ ഓഫ് വെൻട്രൽ നെർവ് കോഡ് ഉണ്ടോ? ആ നെർവ് കോഡ് ഉണ്ട്. ഈ നെർവ് കോഡ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? കമ്മീഷേഴ്സും ഉണ്ട്. അപ്പം എന്തൊക്കെയാണ്? ബ്രെയിൻ ഉണ്ട്, കണക്റ്റീവ്സ് ഉണ്ട്, സർക്കുംസെൻട്രിക് കണക്റ്റീവ്സും പിന്നെ വെൻട്രൽ നെർവ് കോഡ് കണക്റ്റഡ് ബൈ കമ്മീഷേഴ്സ്. ഇതാണ് അതിൻ്റെ നെർവസ് സിസ്റ്റം. ഇമേജ് കാണിക്കാം. എന്തുണ്ട്? കാണാം ഉണ്ടോ? ബ്രെയിൻ കാണാം, പിന്നെ ആ കണക്റ്റീവ്, ആ സർക്കംസെൻട്രിക് കണക്റ്റീവ്, പിന്നെ നെർവ് കോഡ്, കമ്മീഷേഴ്സ്. സെൻസറി ഓർഗൻസ് നോക്കുവാണെങ്കിൽ പെയർ ഓഫ് ഐസ് എന്ന് പറയുന്നത് ആന്റിനയുടെ ബേസിലായിട്ടാണ് കാണുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഒരുപാട് സെൻസറി പാപ്പിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട്? കുഞ്ഞു ഇങ്ങനെ പ്രൊജക്ഷൻസ്, ഇങ്ങനെ ഉണ്ടോ? പ്രൊജക്ഷൻസ് അത് സ്കിന്നിൽ മൊത്തത്തിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഈ സെൻസറി പാപ്പിലെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനുണ്ട് സെൻസറി പാപ്പിൽ ഇങ്ങനെ ഒരു വരി റോ ആയിട്ട് ഇങ്ങനെ ബോഡിയിൽ. അപ്പോൾ അത്രത്തോളം സെൻസേഷൻ ഇതിനുണ്ടെന്ന് മനസ്സിലാക്കണം. സെൻസറി പാപ്പിലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ ഓവർ ഹിസ് ബോഡി. ഓരോ പാപ്പിലിയും കവർ ചെയ്തുകൊണ്ട് സ്കെയിൽസ് ഉണ്ട്. പിന്നെ ലാർജർ പാപ്പിലെ ചില ബ്രിസിൽസ് ഉണ്ട്. ലാർജർ പാപ്പിലെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ബ്രിസിൽസ് ഉണ്ട്. ആ ബ്രിസിൽസിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ മെക്കാനോ റിസെപ്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടച്ച് എന്തെങ്കിലും തടസ്സമൊക്കെ വരുമ്പോൾ അതിൽ തട്ടിയിട്ട് സെൻസ് ഈ ഒബ്സ്റ്റിക്കിൾ ഉണ്ട്, അങ്ങനെയൊക്കെ മെക്കാനോ റിസെപ്റ്റീവ് ആണ് അതിൻ്റെ ബ്രിസിൽസിൻ്റെ ഒരു ഫങ്ഷൻ. ലെഗ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെൻസറി പാപ്പിലി നോക്കാം. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ ലെഗ്? അതിനകത്ത് ഇങ്ങനെ കുഞ്ഞു ബ്രിസിൽസ് ഉണ്ടായിരുന്നു. അപ്പം അതും സെൻസറി പാപ്പിലയാണ്. സെൻസറി ബ്രിസിൽസ് ഉള്ള കുഞ്ഞു സെൻസറി പാപ്പിലെ ലെഗിനകത്തും ഉണ്ട്. റീപ്രൊഡക്റ്റീവ് ആസ്പെക്റ്റും ഗോണോകോറിക് എന്ന് പറയുമ്പോൾ എന്തുവാ? മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആണ്. ആൻഡ് ഓൾസോ ദേ ആർ മോർഫോളജിക്കലി ഡിഫറെൻറ്റ്. ആണിനെയും പെണ്ണിനെയും കണ്ടാൽ നമുക്ക് ഇത് ഫീമെയിലാണ്, ഇത് മെയിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മെയിൽസ് സൈസ് വൈസ് ഫീമെയിൽസിനെക്കാട്ടി സ്മോളർ ആണ്. ഓക്കെ, അപ്പം ലെഗ്സും ഫീമെയിൽസിനടുത്ത് കൂടുതൽ കേട്ടോ. ക്ലീവേജ് എന്താണ്? സൂപ്പർഫിഷ്യൽ അല്ലെങ്കിൽ ഹോളോബ്ലാസ്റ്റി ക്ലീവേജ് ആണ് ഇവിടെ ഉള്ളത്. സൂപ്പർഫിഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഡെവലപ്മെന്റൽ ബയോളജിയിൽ വരുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറയാം. അപ്പം ഇങ്ങനെ ആ എഗ്ഗ് വരുവാണെങ്കിൽ അതിൻ്റെ ഔട്ടർ സൈറ്റോപ്ലാസ്മിക് ലെയറിൽ മാത്രം, ഈ ഒരു ഭാഗത്ത് മാത്രം ഡിവിഷൻ നടക്കുന്നതിനാണ് സൂപ്പർഫിഷ്യൽ എന്ന് പറയുന്നത്. ഹോളോബ്ലാസ്റ്റിക് ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യും. അതാണ് അതിൻ്റെ ക്ലീവേജ് എന്ന് പറയുന്നത്. വിവി പാരസ് ആണ്. വിവി പാരസ് മോസ്റ്റ്ലി, എല്ലാവരും വിവി പാരസ് അല്ല കേട്ടോ, മോസ്റ്റ്ലി വിവി പാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ് വൺസിനെ ഇറ്റ് ഗീവ് ബർത്ത് ടു യങ് വൺസ്. മാട്രോട്രോഫിക് ഓർ ലെസിത്തോട്രോഫിക്. മാട്രോട്രോഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഇത് എന്താണ് പേരൻ്റ് ആണ്, അതിൻ്റെ ബോഡിയിൽ കുഞ്ഞ്. അപ്പോൾ പേരൻറ്റിൻ്റെ ബോഡിയിൽ നിന്ന് ഡയറക്റ്റ് നറിഷ്മെൻ്റ് എടുക്കുക, ന്യൂട്രീഷൻ എടുക്കുന്നതിനെയാണ് മാട്രോട്രോഫിക് എന്ന് പറയുന്നത്. ലെസിത്തോട്രോഫിക് എന്ന് പറയുമ്പം പേരൻറ്റിൻ്റെ ബോഡിയിൽ നിന്നല്ല, അപ്പോൾ അതൊരു എഗ്ഗിനകത്താണ് ഡെവലപ്പ് ചെയ്യുന്നത് എങ്കിൽ എഗ്ഗിലെ യോക്ക് ഉണ്ടല്ലോ, ആ യോക്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ലെസിത്തോ ട്രോഫിക് എന്ന് പറയുന്നത്. അപ്പം മാട്രോട്രോഫിക് ആകാം അല്ലെങ്കിൽ ലെസിത്തോ ട്രോഫിക് ആകാം. പിന്നെ ചിലത് ഓവിപാരസ് എന്ന് പറയുമ്പോഴത്തേക്ക് മുട്ടയിടുന്നത് ടൈപ്പാണ്. ഇനി നമുക്ക് പെരിപാറ്റസിനെ കുറിച്ച് പഠിക്കാം. പെരിപാറ്റസ് അതിൻ്റെ വീഡിയോ ഫസ്റ്റ് കാണാം, അപ്പോൾ നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഓരോ ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ. അപ്പോൾ അത് ആ സ്ലൈം ഗ്ലാൻഡ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ നോട്ടീസ് ചെയ്തോണം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അത് വെച്ചിട്ട് പ്രേ ക്യാപ്ചർ ചെയ്യുന്നത്. നോക്കിക്കോ. In the rainforest, one ബോഡി കണ്ടാൽ വെൽവെറ്റ് ബോണൊക്കെ തോന്നിക്കുന്നില്ല, അതുകൊണ്ടാണ് വെൽവെറ്റ് വോംസ്. ആ ഓരോ റോസിലും പാപ്പിലീസ് ആണ്. sharpshooter is in search of പാപ്പിലീസ് കണ്ടോ, അത് its next target. ഫൂട്ട് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ്, തമ്മിൽ അറ്റാച്ച്മെന്റ് ഒന്നുമില്ല ഓരോ സെഗ്മെന്റിലും. ഈ ഫൂട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബോഡിയുടെ സെഗ്മെന്റ്സ് എത്ര ഉണ്ടെന്ന്. Meet the velvet worm, a nearly blind creature with an impressive weapon. The worm is sensitive to air currents caused by അതാണ് ഇപ്പോൾ അത് അതിൻ്റെ പ്രേയെ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് സ്ലൈം ഗ്ലാൻഡ് വെച്ചിട്ട് എങ്ങനെയാണ് അതിനെ ക്യാപ്ചർ ചെയ്യുന്നത് നോക്കിയോ. movements and uses this to hunt. The velvet worm moves so slowly that its prey usually doesn't notice it approaching. The worm's secret weapons are two pistols
that fires sticky ropes up to a foot long. അതേപോലെ ആ സ്ലൈം ഗ്ലാൻഡിൽ നിന്ന് ആ പ്രോട്ടീനേഷ്യസ് സബ്സ്റ്റൻസ് കണ്ടോ അത് ഈ പ്രേയുടെ ദേഹത്ത് വീഴും. അത് പെട്ടെന്ന് തന്നെ കട്ടിയാവും അറ്റ്മോസ്ഫിയറുമായിട്ട് എക്സ്പോസ് ആകുമ്പം. അപ്പോൾ പിന്നെ അതൊരു പശ പോണക്ക് ആ പ്രേയ്ക്ക് അതിന് പിന്നെ മൂവ് ചെയ്യാൻ പറ്റും. It's like silly string of death. The substance then paralyzes the prey with fast-drying adhesive. The worm also has a knife in its jaw and uses it to ഇപ്പൊ അതിന്റെ മാൻഡിബിൾ മൗത്തിൽ മാൻഡിബിൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നോക്കി. slice its prey open. മാൻഡിബിൾ It then injects saliva that liquefies the insides of any unlucky victim. So, to recap, this creature that looks like a scary alien monster and can feel you through the air moves slowly like it's in a horror film before projectile spraying you with its sticky super soaker of death, rendering you powerless to. അത്രയേ ഉള്ളൂ. അപ്പം പെരിപാറ്റസ്. ഇനി നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് ഓരോന്ന് നോക്കാം. ഹാബിറ്റം നോക്കാം. നൊക്ടേണൽ ആണ്. നൊക്ടേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് രാത്രിയിലാണ് കൂടുതലും ആക്റ്റീവ് ആവുന്നത്. എവിടെയാണ് താമസിക്കുന്നത്? മോയിസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡി ആയിട്ടുള്ള റീജിയൻസ്, എന്തിൻ്റെങ്കിലും അടിയിലൊക്കെ, അണ്ടർ സം ഒബ്ജക്ട്സ് ഓൺ ദ ഫ്ലോർ, ഫോറസ്റ്റ് ഏരിയയിലൊക്കെയാണ് കാണുന്നത്. മെയിൻലി ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. അപ്പോൾ ഇനി ഇത് കഴിക്കുന്നത് നമ്മൾ കണ്ടു, സ്മോൾ ആർത്രോപോഡൻസിനെയാണ് ഇത് ഫീഡ് ചെയ്യുന്നത്. ഇതിൻ്റെ കളർ നോക്കുവാണെങ്കിൽ കളറ് നമുക്ക് പല ഷെയ്ഡാണ്. ഈ ഒരു പർട്ടിക്കുലർ കളർ എന്ന് പറയാൻ പറ്റത്തില്ല. ബ്ലൂ, പർപ്പിൾ, ബ്രൗൺ, ഗ്രേ, ഇതിൻ്റെയൊക്കെ പല ഷെയ്ഡ്സ് ആയിരിക്കും. അപ്പം നിങ്ങളിപ്പം ഗൂഗിൾ ചെയ്ത് നോക്കിയാലും പെരിപാറ്റസ് പലത് കാണുന്നതും പല കളറിലാണ്. ബോഡി പക്ഷേ നല്ല സോഫ്റ്റാണ്, ക്യൂട്ടിക്കൽ സോഫ്റ്റാണ് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ. ഇലോങ്ങേറ്റഡ് വേമിനെ പോലെ ഇരിക്കുന്ന ഒരു ബോഡിയാണ്. ബോഡിക്ക് 2 റീജിയൻസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? നേരത്തെ നമ്മൾ കണ്ടതാ, ഹെഡ് ആൻഡ് പോസ്റ്റീരിയർ ട്രങ്ക് അല്ലേ. സെഗ്മെന്റേഷൻ എക്സ്റ്റേണലി നമുക്ക് കാണാൻ പറ്റത്തില്ല, തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇന്റേണലി മാത്രമേ പറ്റുള്ളൂ. ഇന്റേണലി ഏറ്റവും എളുപ്പം നമുക്ക് അറിയണമെങ്കിൽ അപ്പൻഡേജസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ പെയർ ഓഫ് അപ്പൻഡേജ് വരുന്നത് ഒരു സെഗ്മെന്റിന്റെ ഭാഗത്തായിരിക്കും. ഇനി ഇതിന്റെ നീളം നോക്കുകയാണെങ്കിൽ 4 to 15, നമ്മുടെ ഒരു നോർമൽ സ്കെയിൽ അത്രയും നീളം വരെ മാക്സിമം ഇത് വളരെ. ഹെഡ് നോക്കുവാണെങ്കിൽ ഇൻഡിസ്റ്റിങ്ക്റ്റ് ആണ്. പക്ഷേ അതിനകത്ത് കുറേ അപ്പൻഡേജസ് ഒക്കെ ഉണ്ട്, നമ്മൾ പഠിച്ചായിരുന്നു. ഇത് ഏതാണ്? ആൻറ്റിന, ഓറൽ പാപ്പില, പിന്നെ മാൻഡിബിൾ അല്ലേ. 3 സെഗ്മെന്റ്സ്. 3 സെഗ്മെന്റ്സ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകാം? ഓരോ സെഗ്മെന്റിലും ഓരോ അപ്പൻഡേജ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം 3 അപ്പൻഡേജ്, അപ്പോൾ 3 സെഗ്മെന്റ് ഉണ്ട് ഹെഡിൽ നിന്ന് മനസ്സിലാക്കി കാണാം. ഏതൊക്കെയാണ്? പെയർ ഓഫ് ആൻറ്റിന, എ പെയർ ഓഫ് ഓറൽ പാപ്പിലെ, ദെൻ പെയർ ഓഫ് മാൻഡിബിൾ. കാണാമല്ലോ ഇവിടെ അല്ലേ, മാൻഡിബിൾ. ഓക്കെ, അതാണ് അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. മറ്റ് സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ് ഹെഡിലുള്ളത്? പെയർ ഓഫ് സിമ്പിൾ ഐസ്, ഈ ആന്റിനയുടെ ബേസിലായിട്ട് കാണും ഐസ്. പിന്നെ മൗത്ത് ഇവിടെ കാണും ബിഹൈൻഡ് ദ ആന്റിന. പിന്നെ ആന്റിനയുടെ നോക്കി, ആന്റിനയിൽ ആനുലേറ്റഡ് ആണ് അല്ലേ, ആനുലേറ്റഡ് ആണ്. അതിനോടൊപ്പം തന്നെ ട്യൂബർക്കിൾസ് ഉണ്ട്. ട്യൂബർക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു 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 വാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു പ്രൊജക്ഷൻസ്, അതാണ് ട്യൂബർക്കിൾസ് എന്ന് പറയുന്നത്. ആ ഒരു ട്യൂബർക്കിൾസിന്റെ അറ്റത്ത് സ്പൈൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ആന്റിനെ നോക്കുമ്പോൾ കണ്ടോ ബ്രിസിൽസ് ഉള്ളത് കൊണ്ട് തോന്നുന്നില്ലേ. ഓക്കെ, അപ്പം ഓറൽ പാപ്പിലെ കുറിച്ച് നോക്കാം. ഓറൽ പാപ്പില് ഷോർട്ടാണ്, സ്റ്റബിയാണ്. ഇതിനകത്ത് ഇതെന്ന് പറയുന്നത് ഒരു സെൻസറി അപ്പൻഡേജ് ആണ് ഈ പെരിപാറ്റസിന്റെ. ഈ ഓറൽ പാപ്പിലയിലും എന്തുണ്ട്? ട്യൂബർക്കിൾസ് ഉണ്ട്. കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ കുഞ്ഞു 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 കോണിക്കൽ പ്രൊജക്ഷൻസ് ഉണ്ട്. ട്യൂബർക്കിൾസ് കാണാം. ഞാൻ ട്യൂബർക്കിൾസ് കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. സ്ലൈം ഗ്ലാൻഡ് ഇതുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഓറൽ പാപ്പിലയായിട്ട്. ഇനി മൗത്തിനെ നോക്കുകയാണെങ്കിൽ വെൻട്രൽ സൈഡ് ഉണ്ട്, ഹെഡിന്റെ വെൻട്രൽ സൈഡിലായിട്ടാണ് മൗത്ത് വരുന്നത്. അതിനൊരു ലിപ്സ് ഉണ്ട്. ലിപ്സിന്റെ മാർജിനിൽ റിഡ്ജസ് ഉണ്ട്. ആ റിഡ്ജസിൽ എന്തുണ്ട്? അവിടെയും സ്പൈൻസ്, കുഞ്ഞു കുഞ്ഞു സ്പൈൻസ് കാണാൻ പറ്റും. ടങ്, ബക്കൽ കാവിറ്റി നോക്കുവാണെങ്കിൽ ബക്കൽ കാവിറ്റിയുടെ റൂഫിൽ ഒരു കുഞ്ഞു പ്രോമിനൻസ്, ഒരു പ്രൊട്ടൂബറൻസ് ആയിട്ട് നമുക്ക് ടങ് കാണാൻ പറ്റും. ട്രങ്ക് എടുക്കുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ചുളുങ്ങി ഓരോ ചുളുക്കും ഒരു ആനുലേ ആണ് നമുക്ക് പറയാം. പക്ഷെ ആനുലേ നോക്കിയിട്ട് സെഗ്മെന്റ് പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അപ്പിയറൻസ് ആണ് ട്രങ്കിന്. ഈ ആനുലേസിലോ എല്ലാം നമ്മുടെ ട്യൂബർക്കിൾസ് ഉണ്ട്. ട്യൂബർക്കിൾസ് ഞാൻ കാണിച്ചു തരാം. ട്യൂബർക്കിൾസ് എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ ഇങ്ങനെ ഇതാണ് ഈ കോണിക്കൽ ആയിട്ട് ഇരിക്കുന്നത് ഉണ്ടോ. ഓക്കെ,
ട്യൂബക്കിൾസ് ഉണ്ട്. ആ ട്യൂബക്കിൾസിൻ്റെ അറ്റത്തെല്ലാം കുഞ്ഞു സ്പൈൻസ് ഉണ്ട് അല്ലേ? കൊച്ചു കൊച്ചു സ്പൈൻസ് ഉണ്ട്. കൊച്ചു 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 സ്പൈൻസ് ഉണ്ട്. സ്പൈൻസ് ഉണ്ട്. അതിൻ്റെ അറ്റത്ത് സീറ്റയും കാണാം. നമ്പർ ഓഫ് ട്രങ്ക് സെഗ്മെൻറ്റ്സ് എത്രയാണ്? 14 to 43 സെഗ്മെൻറ്റ്സ്. ഓരോ സെഗ്മെൻറ്റിനകത്ത് ഒരു പെയർ വാക്കിംഗ് ലെഗ്സ്, വെൻട്രോ ലാറ്ററൽ, വെൻട്രൽ സൈഡിൽ ലാറ്ററൽ രണ്ട് സൈഡിലുമായിട്ടുള്ള ലെഗ്സ് ഉണ്ട്. ലെഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി വാളിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ലെഗ് ഉണ്ടോ. അപ്പോൾ ബോഡി വാൾ എങ്ങനെയാണോ അതേ ഒരു സ്ട്രക്ചറാണ് ലെഗിൽ. അപ്പോൾ ഒരു ലെഗ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ലെഗിൻ്റെ പാർട്സ് എന്തൊക്കെയാണ്? ഒരു പ്രോക്സിമൽ ലെഗ് പ്രോപ്പറും ഉണ്ട്, ഒരു ഡിസ്റ്റൽ ഫൂട്ടും ഉണ്ട്. നോക്കി, പ്രോക്സിമൽ ലെഗ് പ്രോപ്പറും ഡിസ്റ്റൽ ഫൂട്ടും. പ്രോക്സിമൽ ലെഗ് പ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഭാഗം പ്രോക്സിമൽ ലെഗ് പ്രോപ്പർ. പിന്നെ ഫൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി ഇവിടെ വരെ കേട്ടോ. ഫൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള പോർഷൻ. അപ്പം അങ്ങനെ രണ്ട് ഭാഗമായിട്ടാണ് ഇതിൻ്റെ കാല്, പ്രോക്സിമൽ ലെഗ് പ്രോപ്പർ ആൻഡ് ഡിസ്റ്റൽ ഫൂട്ട്. ലെഗ്സിൻ്റെ അറ്റത്ത് ലെഗ്സിനകത്തും ഒരുപാട് ട്യൂബക്കിൾസ്, അത് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ ട്യൂബക്കിൾസ് കാണിച്ചു തന്നത് നിങ്ങൾക്ക്. പിന്നെ ഫൂട്ടിൻ്റെ എൻഡിൽ ക്ലോസ് ഉണ്ട്, ക്ലോസ്. ഈ ട്യൂബക്കിൾസ് ഉണ്ടല്ലോ, ഫൂട്ടിൻ്റെ വെൻട്രൽ സൈഡിലുള്ള ട്യൂബക്കിൾസ്, ഫൂട്ടിൻ്റെ അടിഭാഗത്തുള്ള ട്യൂബക്കിൾസ്, അത് ഫ്യൂസ് ചെയ്തിട്ടൊരു സ്പൈനി പാഡ് കണക്ക്, ആ പാഡ് വെച്ചിട്ട് ഇതിന് നല്ല ഗ്രിപ്പ് കിട്ടും മൂവ് ചെയ്യുമ്പോൾ. അതതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ സ്ലെൻഡർ ട്യൂബുലാർ സലൈവറി ഗ്ലാൻഡ് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് സ്ലെൻഡർ ട്യൂബുലാർ സലൈവറി ഗ്ലാൻഡ്. സ്ലെൻഡർ എന്താ ഈ ട്യൂബ്, ഇതാണ് ഇവിടെയുണ്ട് സലൈവറി ഗ്ലാൻഡ്, അതാണ് എ പെയർ ഓഫ് സ്ലെൻഡർ ട്യൂബുലാർ സലൈവറി ഗ്ലാൻഡ്. ഈ എക്സ്ക്രീറ്ററി ഓർഗൻ നെഫ്രീഡിയാണ്. ഈ നെഫ്രീഡിയയുടെ ഓപ്പണിംഗ് ഓരോ കാലിൻ്റെയും എന്താണ് ബേസിൽ. അപ്പം ഇങ്ങനെ കാലാണെങ്കിൽ ഇപ്പം നെഫ്രീഡിയയുടെ ഓപ്പണിങ് ഓരോ കാലിൻ്റെയും ബേസിലായിട്ടായിരിക്കും ഓപ്പണിങ്. ബോഡി ക്യാവിറ്റി, ഹീമോസീൽ. ഇനി ആ ജനറൽ ആ ഒരു പാറ്റേൺ പറഞ്ഞതിന് ഇച്ചിരി വ്യത്യാസമുണ്ട്, നോക്കിക്കോണം. അതിൻ്റെ ആ ഒരു സെപ്റ്റയുടെയൊക്കെ കേസ്. ഇപ്പോൾ ബോഡി ആണെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് കണ്ടോ, 2 സെപ്റ്റയാണുള്ളത് ഉണ്ടോ, 1 2. അപ്പോൾ ഇങ്ങനെ 2 സെപ്റ്റ വരുമ്പോഴത്തേക്ക് നടുക്കുള്ള ആ പോർഷൻ അതിനെ നമുക്ക് മീഡിയൽ പെരി വിസറൽ, മിഡിലാണല്ലോ. അപ്പോൾ വിസറാസിനെ എല്ലാം കാണുന്നത് ഈ ഒരു പോർഷനിലാണ്. അതുകൊണ്ട് അതിനെ മീഡിയൽ പെരി വിസറൽ സീലും അല്ലെങ്കിൽ സൈനസ് എന്ന് പറയാം. അപ്പം അതിൻ്റെ ഭിത്തി, അതാണ് 2 സെപ്റ്റ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള സ്പേസ് എന്ന് പറയുന്നത് ഹീമോസീൽസ് ആണ്, 2 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടോ. അപ്പോൾ ഈ സെപ്റ്റ ഒബ്ലീക്ക് ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ആയിട്ട് അങ്ങനെ ഇരിക്കുകയല്ല, ചരിഞ്ഞിട്ടാണ് ഈ 2 സെപ്റ്റ ഉള്ളത്. ഭിത്തി സിലോമിന് ബോഡി ക്യാവിറ്റിക്കകത്തെ ആ ഒരു പാർട്ടീഷൻ. ഇതാണ് അതിൻ്റെ ഒരു ബോഡി ക്യാവിറ്റിയുടെ ഒരു ഓർഗനൈസേഷൻ. ഇനി സ്ലൈം ഗ്ലാൻസ്. അതിൻ്റെ ഫങ്ഷനിങ് ഞാൻ കാണിച്ചു, നോക്കിക്കോ. സ്ലൈം ഗ്ലാൻസ് അത് എവിടെ ഓപ്പൺ ചെയ്യുന്നത്? ഓറൽ പാപ്പിലയിലാണ്. ബോഡിയുടെ ഏത് സൈഡിൽ കാണും? കണ്ടേ, സ്ലൈം ഗ്ലാൻഡ് ഓപ്പൺ ഇൻ ഓറൽ പാപ്പിലെ. അപ്പം ഇതുവഴിയാണ് ഒരു അഡ്ഹസീവ് ആയിട്ടുള്ള വിസ്കസ് മെറ്റീരിയൽ ഇതിങ്ങനെ എന്താണ് ഫയർ ചെയ്ത് വിടുന്നത് അല്ലേ. ഇനി ക്രൂറൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ. ക്രൂറൽ ഗ്ലാൻഡ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കാണാം ഉണ്ടോ, ക്രൂറൽ ഗ്ലാൻഡ്. എക്സ്ക്രീഷൻ ഒക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ക്രൂറൽ ഗ്ലാൻഡ്. ഇത് കണ്ടല്ലോ, ക്രൂറൽ ഗ്ലാൻഡ്. അപ്പോൾ എ പെയർ പ്രസൻ്റ് ആണ് പോസ്റ്റീരിയർ എൻഡിൽ ഓൺ എയ്തർ സൈഡ് ഓഫ് ദി ബോഡി ക്യാവിറ്റിയിലാണ് കാണുന്നത്. ലെഗിൻ്റെ ബേസിലാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. എക്സ്ക്രീറ്ററി ആണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഏനസ് ഓപ്പൺ ചെയ്യുന്നത് പോസ്റ്റീരിയർ എൻഡിലായിരിക്കുമല്ലോ, ഇവിടെ അങ്ങനെയാണ്. ഇനി ഒരു ഓപ്പണിംഗ് കൂടെ ഉണ്ട്, ജെനൈറ്റൽ പോറാണ്. ജെനൈറ്റൽ പോറും വെൻട്രൽ സൈഡിലാണ്. ഏനസിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് അതിൻ്റെ ഓപ്പണിംഗ്, ജെനൈറ്റൽ പോർ. സർക്കുലേറ്ററി സിസ്റ്റം ഹിമോസീലാണ്, ഓപ്പൺ ആണ് നമുക്കറിയാം. ഹേർട്ട് ഉണ്ട്. ഹേർട്ട് ഒരു ട്യൂബ് പോണക്കാണ്. ട്യൂബ് ഞാൻ ഇപ്പോൾ വരച്ച് കാണിക്കുന്നുണ്ട്. ഇറ്റ് എൻക്ലോസ് ഇൻ പെരികാർഡിയൽ സൈനസ്, പെരികാർഡിയൽ സ്പേസ് എന്നുള്ളതാണ്. അതിനകത്താണ് ഈ ഡോസൽ ട്യൂബ് ഇരിക്കുന്നത്. നോക്കി, അത് ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്രസെൻ്റ് ചെയ്യുകയാണ്. ഇത് ട്യൂബുലാർ ഹേർട്ട്. അപ്പം ഈ ട്യൂബുലാർ ഹേർട്ട് ഇരിക്കുന്ന ക്യാവിറ്റിയാണ് ബ്ലൂ കളറിൽ ഞാൻ കാണിച്ചത്.
സെഗ്മെന്റലി അറേഞ്ച്ഡ് ആണെന്ന് ഓസ്റ്റിയ സെഗ്മെന്റലി ഓപ്പണിംഗ് ഉണ്ടെന്ന് കാണിക്കാനാണ് കേട്ടോ ഓസ്റ്റിയ നമുക്കവിടെ കാണാം. പിന്നെ അതാണ് ഹാർട്ടിൻ്റെ ഒരു അറേഞ്ച്മെന്റ്. ഓരോ ലിങ്കിൻ്റെയും ഫേസ് ചെയ്തുകൊണ്ട് ഓരോ പെയർ ഓപ്പണിംഗ് ഉണ്ട്. റെസ്പിറേറ്ററി സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ കണ്ടായിരുന്നു ടഫ് ട്രക്കിയൽ ട്യൂബ്സ് ആണ് അല്ലേ, ടഫ് ട്രക്കിയൽ ട്യൂബ്സ് ആണ്. പുറത്തേക്ക് ബോഡി പുറത്തേക്ക് അത് തുറക്കും. അതിൻ്റെ ആ ഓപ്പണിങ്ങിൻ്റെ പേര് സ്റ്റിഗ്മേറ്റ എന്നാണ് പറയുന്നത്. തുറക്കുന്ന എന്തിനായിരിക്കും, എന്താണ് അറ്റ്മോസ്ഫെറിക് എയർ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി, എന്നിട്ട് ഓരോ ടിഷ്യൂസിനും അത് ഡയറക്റ്റ് ഡെലിവർ ചെയ്യും. എക്സ്ക്രീറ്ററി സിസ്റ്റം അനലിഡ്സിനെ പോലെ നെഫ്രീഡിയാണ് മെയിൻ ആയിട്ടുള്ള എക്സ്ക്രീറ്ററി സ്ട്രക്ചർ. എന്നിട്ടത് പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നത് ലെഗിൻ്റെ ബേസിലാണ്. ലെഗിൻ്റെ ബേസിൽ നെഫ്രീഡിയോപോസ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. നെർവസ് സിസ്റ്റം നമ്മൾ ഓൾറെഡി കണ്ടു, അത് തന്നെയാണ്. പ്രിമിറ്റീവ് ടൈപ്പാണ്. പെയർ ഓഫ് ഓവൽ ഗാംഗ്ലി, അതായത് ബ്രെയിൻ ഉണ്ട്. അതിൽ നിന്ന് പിന്നെ വെൻട്രൽ നെർവ് കോഡ് കണക്റ്റഡ് ബൈ കമ്മീഷേഴ്സ്. നേരത്തെ ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ നെർവസ് സിസ്റ്റം, ബ്രെയിൻ, പിന്നെ ഇവിടെ 2 കണക്റ്റീവ് ഉണ്ട്, പിന്നെ നെർവ് കോഡ്, വെൻട്രൽ നെർവ് കോഡ്, കമ്മീഷേഴ്സ്. റീപ്രൊഡക്റ്റീവ് ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ ഗോണോകോറിക്കാണ്. റീപ്രൊഡക്റ്ററി ഓർഗൻസ് ഇതിനകത്തത് സീലിയേറ്റഡ് ആണ് അനലിഡ്സിനെ പോലെ, കാരണം അനലിഡ്സുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഡെവലപ്മെന്റ് ഡയറക്റ്റ് ആണ്, അതായത് ലാർവ സ്റ്റേജ് ഇതിനകത്ത് ഇല്ല. ഇനി ക്ലാസിഫിക്കേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയണം. 2 ഫാമിലീസ് ആണ് മെയിനായിട്ട് വരുന്നത്. പെരിപാറ്റോപ്സിഡേ ആൻഡ് പെരിപാറ്റിഡേ എന്ന് പറയും. 2 ഫാമിലി, പെരിപാറ്റോപ്സിഡേ ആൻഡ് പെരിപാറ്റിഡേ. പെരിപാറ്റോപ്സിഡേക്കകത്ത് വരുന്ന ജനറാസ് ഏതൊക്കെയാന്ന് നോക്കി. ലെറ്റാപെരിപാറ്റസ്, പെരിപാറ്റസ്, ഒപ്പിസ്തോപാറ്റസ്, പാരാപെരിപാറ്റസ്, പെരിപാറ്റോയിഡ്സ്, പെരിപാറ്റോപ്സിസ് ആൻഡ് സിംപെരിപാറ്റസ്. എല്ലാത്തിലും ഒരു പെരിപാറ്റസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ഫാമിലി എന്ന് പറയുന്നത് പെരിപാറ്റിഡേ. ഇതിനകത്ത് ജനറാസ് പെരിപാറ്റസ് വരും. ഇതാണ് എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചത്. പെരിപാറ്റസ്, എപ്പിപെരിപാറ്റസ്, ഹെട്രോപെരിപാറ്റസ്, മാക്രോപെരിപാറ്റസ്, മീസോപെരിപാറ്റസ്, ഓറോപെരിപാറ്റസ്, പ്ലിക്കാറ്റോപെരിപാറ്റസ്, ദെൻ സ്പീലിയോപെരിപാറ്റസ് ആൻഡ് ടിഫ്ലോപെരിപാറ്റസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. ഇനി നമ്മൾ ഫൈലോജനി കഴിഞ്ഞിട്ടാണ് ഇതിനകത്ത് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു സെക്ഷനിലോട്ട് പോവാണ്. കണക്റ്റിംഗ് ലിങ്ക് ആണ്, ലിവിങ് ഫോസിലാണ്, അതൊക്കെ നമ്മൾ കാണാൻ പോവാണ്. നോക്കിയോ. അപ്പം മോണോഫൈലറ്റിക് ടാക്സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കോമൺ അനാൻസിസ്റ്ററും അതിൽ നിന്ന് വരുന്ന എല്ലാ ഓർഗാനിസത്തിനെയും കൂടെ ചേർന്നിട്ടാണ് മോണോഫൈലറ്റിക് ടാക്സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഒണൈക്കോഫോറ എന്ന് പറയുന്നത് ഒരു മോണോഫൈലറ്റിക് ടാക്സൺ ആണ്. അതിൻ്റെ കോമൺ ആൻസിസ്റ്ററും ഉണ്ട്, അതിൽ നിന്ന് വന്നിട്ടുള്ള ഇവോൾവ് ആയിട്ടുള്ള എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടാക്സയാണ്. ഇത് ഷെയർ ചെയ്യുന്ന കുറേ കോമൺ ക്യാരക്ടേഴ്സ് ഉണ്ട്. കാരണം ഒരു മോണോഫൈലറ്റിക് ടാക്സി ആണല്ലോ, അപ്പോൾ അവരിലെല്ലാം ഉള്ള ക്യാരക്ടർ, ഷെയർ ചെയ്യുന്ന ക്യാരക്ടർ ഏതൊക്കെയാണെന്ന് നോക്കി. മാൻഡിബിൾ ഉണ്ട്. ഓറൽ പാപ്പിൽ നമുക്കറിയാം, മാൻഡിബിൾ ഇവിടെ കാണും, ഓറൽ പാപ്പിൽ ഇവിടെ കാണും. ഓറൽ പാപ്പിലെ സ്ലൈം ഗ്ലാൻഡ്, പിന്നെ അതേപോലെ തന്നെ വെൻട്രൽ നെർവ് കോഡ് കണക്റ്റഡ് ബൈ കമ്മീഷ്യൂസ്. വെൻട്രൽ നെർവ് കോഡ്, മാൻഡിബിൾ, ഓറൽ പാപ്പിലെ സ്ലൈം ഗ്ലാൻഡ്, ടഫ്റ്റഡ് ട്രക്കി. ഇത് ഇത്രയും ഷെയ്ഡാണ് ആ ഒരു ടാക്സോണിൽ. ഏതൊക്കെയാണ്? മാൻഡിബിൾ, ഓറൽ പാപ്പിലെ സ്ലൈം ഗ്ലാൻഡ്, വെൻട്രൽ നെർവ് കോഡ്, ദെൻ ടഫ്റ്റഡ് ട്രക്കി. ഓക്കെ, ഇതിൻ്റെ ആൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു കാംബ്രിയൻ പീരീഡിലുള്ള പാനാർത്രോപോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്ലാഡാണ്, ഒരു ടാക്സ് ഞാൻ കാണിക്കാം ജസ്റ്റ്. കണ്ടോ, പാരാർത്രോപോഡ് എന്ന് പറയുന്നത് ഒരു ക്ലാഡാണ്. ക്ലാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഒരു ആൻസിസ്റ്റർ, അതിൽ നിന്ന് എവോൾവ് ആയിട്ടുള്ള എല്ലാവരും. കണ്ടോ, പാരാർത്രോപോഡ്, അതിൽ നിന്ന് ഇവോൾവ്, ഇത് മൊത്തവും കൂടെ ചേർത്ത് ഒരു ക്ലാഡാണ് പാരാർത്രോപോഡ്. അപ്പോൾ ഇതിൽ നിന്നാണ് ഇവോൾവ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാരാർത്രോപോഡിനകത്ത് പറഞ്ഞാൽ കുറേ ഡിഫറെൻറ്റ് എന്താണ് ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. അതിൽ 3 മേജർ ഫൈലാസ് ഉണ്ട്. ഫൈലംസ് ഏതൊക്കെയാണ്? ആർത്രോപോഡ, ഫൈലം ടാർഡിഗ്രാഡ ആൻഡ് ഒണൈക്കോഫോറ. മനസ്സിലായോ? അപ്പം ഇത് 3 വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ക്ലാഡാണ് പാനാർത്രോപോഡ. അപ്പോൾ അതിൽ നിന്നാണ് പെരിപാറ്റസ് ഇവോൾവ് ആയിട്ടുള്ളത്. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എക്സ്ക്ലൂസീവ് ടെറസ്ട്രിയൽ ആണ് അതിനകത്ത് വരുന്ന ഓർഗാനിസംസ് എല്ലാം. പിന്നെ റിലേഷൻഷിപ്പ് നോക്കുവാണെങ്കിൽ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് പറയുന്നത് ഇതിന് 2 പേരുമായിട്ടും സാമ്യമുണ്ട്, അനലിഡ്സുമായിട്ടും ആർത്രോപോഡ്സുമായിട്ടും. അപ്പം അങ്ങനെ പറയുന്നതുകൊണ്ട് മനസ്സിലാക്കാം ഇതിൻ്റെ
നടുക്കുള്ള ഒരു ട്രാൻസിഷണൽ മീൻസ് അനലിറ്റ്സ് സോഫ്റ്റ്, ആർത്രോപോഡ്സിന് ഹാർഡ് ഷെല്ലുണ്ട്. അപ്പം സോഫ്റ്റിൽ നിന്ന് ഹാർഡിലോട്ട് പോകുന്നതിൻ്റെ ആ ഒരു ട്രാൻസിഷൻ പോയിന്റ്, ആ എവല്യൂഷൻ്റെ ആ ഒരു പോയിന്റിലുള്ള ഓർഗാനിസമാണ് ഇവരെന്ന് നമുക്ക് പറയാം. മോർ റിലേറ്റഡ് വിത്ത് ആർത്രോപോഡ്സ്, ആർത്രോപോഡ്സുമായിട്ടാണ് കൂടുതൽ അഫിനിറ്റി റിലേഷൻ ഉള്ളത്. ലിവിങ് ഫോസിലാണ്. ലിവിങ് ഫോസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഓർഗാനിസം അതിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത് ഒരു ഫോസിലായിട്ടാണ്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇതിൻ്റെ പ്രസന്റ് മെമ്പേഴ്സ് ഒന്നും തന്നെ ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പം ആണ് കണ്ടുപിടിക്കുന്നത് ആ ഗ്രൂപ്പിൽപ്പെട്ട അതിൻ്റെ തന്നെ ഒരു മെമ്പറിനെ കണ്ടെത്തും വിത്ത് ഓൾ ഇറ്റ്സ് പ്രിമിറ്റീവ് ക്യാരക്ടേഴ്സ്. ആ ഫോസിലിൽ അവർ കണ്ടെത്തിയ ആ ക്യാരക്ടേഴ്സോട് എല്ലാം കൺസേർവ്ഡ് ആയിട്ട് ഒരു മെമ്പറിനെ കണ്ടെത്തിയാൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ലിവിങ് ഫോസിൽ എന്ന് പറയും. അപ്പോൾ പെരിപാറ്റസ് ഒരു ലിവിങ് ഫോസിലാണ്. കാരണം എന്താണ്? ഇറ്റ്സ് എ ലിവിങ് മെമ്പർ സിമിലർ ടു ഫോസിൽ സ്പീഷീസ്. എത്ര മുമ്പ് ജീവിച്ച 570 മില്യൺ ഇയേഴ്സ് എഗോ. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. They are species first discovered as fossils believed as extinct but later found living with exact same features as that of the fossil one. അതിൻ്റെ ക്ലോസ് റിലേറ്റീവ്സ് എല്ലാം എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുണ്ട്. ഇനി നമ്മുടെ കണക്റ്റിംഗ് ലിങ്കിലോട്ട് വരുവാണ്. ഇത് കണക്റ്റിംഗ് ലിങ്കാണ് ആനലിസും ആർത്രോപോഡ്സും. അപ്പോൾ അത് നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ ആർത്രോപോഡ്സുമായിട്ട് ഷെയർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പറയണം, അനലിസുമായിട്ട് ഷെയർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഏതാണെന്ന് പറയണം. അപ്പോൾ നമുക്ക് ആർത്രോപോഡിനടുത്തല്ലേ കൂടുതൽ അഫിനിറ്റി. അപ്പോൾ ആർത്രോപോഡിൻ്റെ ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കാം. നോക്കിയേ, ഇതിനകത്തും ക്ലോസ് ഉണ്ട്. ആർത്രോപോഡ്സിന് ക്ലോസ് ഉണ്ട്, ഇവിടെയും ക്ലോസ് ഉണ്ട് അപ്പൻഡേജസിൻ്റെ അറ്റത്ത്. ആൻറ്റിനെ അവിടെയും ഉണ്ട്, ആൻറ്റിനെ ഇവിടെയും. ആർത്രോപോഡ്സിനും ഉണ്ട്, നമ്മുടെ പെരിപാറ്റസിനും ഉണ്ട്. നമുക്ക് ക്യൂട്ടിക്കിളിനകത്ത് ആൽഫ കൈറ്റിൻ നോൺ കൊലാജിനസ് പ്രോട്ടീൻ ഉണ്ട്, അത് ഷെഡ് ചെയ്യും. അപ്പോൾ ആർത്രോപോഡ്സും ഷെഡ് ചെയ്യും, ഇവരും ഷെഡ് ചെയ്യും. അപ്പോൾ അടുത്ത ക്യാരക്ടർ ഇന്റേണൽ സെഗ്മെന്റൽ സെപ്റ്റ. ഇന്റേണലി സെഗ്മെന്റേഷൻ ഉണ്ടെങ്കിലും സെപ്റ്റ ആബ്സെന്റ് ആണ്, ആർത്രോപോഡ്സിലും ആബ്സെന്റ് ആണ്. അപ്പം അതൊരു ഫീച്ചർ. പെയർ ഓഫ് കൈറ്റിനസ് ജോസ് കോൾഡ് മാൻഡിബിൾസ്. ഞാനിത് ഇങ്ങോട്ട് എടുത്ത് വരച്ചതാണ്, നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടി. മാൻഡിബിൾ മൗത്തിൻ്റെ ഉള്ളിലാണ് കാണപ്പെടുന്നത്. മാൻഡിബിൾസ് ഉണ്ട്, ഇത് ആർത്രോപോഡ്സിലും ഉണ്ട്. സലൈവറി ഗ്ലാൻഡ്സ് ഞാൻ കാണിച്ചായിരുന്നല്ലോ, ട്യൂബുലാർ സ്ട്രക്ചർ ഓൺ ഈദർ സൈഡ് ഓഫ് ദി ബോഡി ക്യാവിറ്റി. അത് കണ്ടിത്, ഇത് ആർത്രോപോഡ്സിലുണ്ട്, ഇവരിലും ഉണ്ട്. ഇനി സീലോം, പെരിവിസറൽ സീലോം. കാരണം ആർത്രോപോഡ്സിനെ പോലെ ഇവരുടെയും സീലോം അങ്ങ് സ്പേഷ്യസ് ഒന്നും അല്ല, റെഡ്യൂസ്ഡ് ആണ്. പിന്നെ ഈ സീലോം ആർത്രോപോഡ്സിലെ പോലെ ഇവിടെയും ഇവരുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്ററി ഓർഗൻസിന്റെ ഉള്ളിൽ ചില സ്പേസസ് ആയിട്ട് കാണും. ആർത്രോപോഡ്സിലും അങ്ങനെയാണ്. ബോഡി ക്യാവിറ്റി എന്ന് പറയുന്നത് ഹീമോസിലാണ്, ബ്ലഡ് ഓപ്പൺ ആയിട്ട് പോകുന്നതുകൊണ്ട്. ബോഡി ക്യാവിറ്റിയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പെരികാർഡിയൽ സൈനസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹാർട്ടിന് ചുറ്റുമുള്ള സ്പേസ്. ന്യൂറൽ സൈനസ് എന്ന് പറയുമ്പോഴത്തേക്ക് നെർവസ് സിസ്റ്റത്തിന് ചുറ്റുമുള്ള സ്പേസ്. പിന്നെ ഗട്ടിന് ചുറ്റുമായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്, അതിന് വെൻട്രോലാറ്റർ സൈനസ് എന്ന് പറയും. അപ്പം വിസറയെ ചുറ്റി, പിന്നെ നെർവസ് സിസ്റ്റത്തിനെ ചുറ്റിയിട്ട്, ഹാർട്ടിനെ ചുറ്റിയിട്ട്, അങ്ങനെ 3 സ്പേസ്. അങ്ങനെയാണ് സീലോം ഇവിടെ കാണുന്നത്. ഹേർട്ട് ഡോസലാണ്, ട്യൂബുലറാണ്, നമ്മളത് മനസ്സിലാക്കിയതാണ്. പെയർ ഓഫ് ഓപ്പണിംഗ് ഉണ്ട് ഓരോ സെഗ്മെന്റിലും, അതിനെ ഓസ്റ്റിയ എന്ന് പറയും. ആർത്രോപോഡ്സിലും അങ്ങനെയാണ്. ബേസൽ വെസിക്കിൾ ദാണ്ട് ഇവിടെ കാണുന്നുണ്ടോ, കാലിൻ്റെ ബേസിലായിട്ട് കാണും ബേസൽ വെസിക്കിൾ. ചില സ്പീഷീസിലുണ്ട്. അത് ആർത്രോപോഡ്സിൽ മിറിയാപ്പോഡസ് ആർത്രോപോഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെന്റിപ്പിഡ്സും മില്ലിപ്പിഡ്സും വരുന്നത്. സെന്റിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ പഴുതാര, നമുക്ക് ഫെമിലർ ആയിട്ടുള്ളത് പഴുതാര. മില്ലിപ്പിഡ് എന്ന് പറയുമ്പോൾ അട്ട, അല്ലേ? അപ്പം അതിലൊക്കെ കാണുന്ന കോക്സൽ ഗ്ലാൻഡുമായിട്ട് സിമിലർ ആണ് ഈ പെരിപാറ്റസിൽ കാണുന്ന ബേസൽ വെസിക്കിൾ എന്ന് പറയുന്നത്. അടുത്ത ട്രക്കിയ ട്യൂബ്യൂൾസ് ആയിട്ടല്ലേ കാണുന്നത്, ആർത്രോപോഡ്സിലും അങ്ങനെയാണ്. നെർവസ് സിസ്റ്റം ബൈലോബ്ഡ് ബ്രെയിൻ. നമ്മുടെ പെരിപാറ്റസ് നമ്മളിപ്പോൾ പഠിച്ചു, അറിയാം. സർക്കംഫാരിഞ്ചൽ കമ്മീഷർ, ലോജിറ്റ്യൂണൽ നെർവ് കോഡ്, പിന്നെ സെഗ്മെന്റലി ഗാംഗ്ലിയ, തമ്മിൽ കണക്ട് ചെയ്യാൻ കമ്മീഷേഴ്സ്. ഇങ്ങനെ തന്നെയാണ് ആർത്രോപോഡിനകത്തും.
റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കുമ്പോഴത്തേക്ക് പെയ്ഡ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ട്, റീപ്രൊഡക്റ്റീവ് ട്രാക്സും, പിന്നെ ഒരു സിംഗിൾ ഓപ്പണിംഗ് അല്ലായിരുന്നു ഇൻ ഫ്രണ്ട് ഓഫ് ദി ഏനസ്, അപ്പം അതും അതേപോലെ തന്നെ. ക്ലീവേജ് സ്പൈറൽ ക്ലീവേജ് ആണ്, കറങ്ങി ഉള്ള ക്ലീവേജ് ആണ് ആർത്രോപോഡിലും അങ്ങനെ തന്നെ. അപ്പോൾ ഇത്രയും ആർത്രോപോഡൻ ഫീച്ചേഴ്സ്. ഇനി ആനലിഡൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി. ബോഡി വേം ലൈക്ക് ആണല്ലോ. നോക്കി നമ്മുടെ ആനലിഡ എന്ന് പറയുമ്പോൾ നമ്മുടെ എർത്തൂമിനെ ഓർത്തോണം, ലീച്ചനെ ഏതിനെങ്കിലേക്ക് ഓർത്തോളുക, നീറിസിനെയോ. അപ്പം ക്യൂട്ടിക്കിൾ തിന്നാണ്, ഫ്ലെക്സിബിൾ ആണ്. സ്ക്ലീറോട്ടൈസ്ഡ് പ്ലേറ്റ്സ് ആബ്സെന്റ് ആണ്. ബോഡി വാൾ ഇവിടെയും സോഫ്റ്റ് ആണ്, സിംഗിൾ ലെയർ ഓഫ് എപ്പിഡെമിസ് ആണ്, കുഞ്ഞ് തിന്നായിട്ടുള്ള ഡെർമിസ് ഉണ്ട്. പിന്നെ മസിൽസ് നമ്മൾ അനലിസിൽ കണ്ടായിരുന്നു, സർക്കുലർ മസിൽസ്, ലോജിറ്റ്യൂണൽ ലെയർ ഓഫ് മസിൽസ്, അതൊക്കെ ഇവിടെയുണ്ട്. മസിൽസ് കണ്ടിന്യൂസ് ആണ്, അൺസ്പെഷ്യലൈസ്ഡ് ആണ്. സിമ്പിൾ ഐസ് ആണുള്ളത്, അനലിസിലും അതേപോലെയാണ്. പിന്നെ ഓരോ ട്രങ്ക് സെഗ്മെന്റ്സിനകത്ത് പെയർ ഓഫ് കോണിക്കൽ ഫ്രഷി അൺസെഗ്മെന്റഡ് ലെഗ്സ് കാണാം. അപ്പം ഇവിടെയും അതേപോലെയൊക്കെയാണ്. നമ്മുടെ നീറസിനകത്തും എർത്തൂമിലൊക്കെ അങ്ങനെയല്ലായിരുന്നു, ഓരോ പെയർ ഓഫ് ലെഗ്. ഈച്ച് ലെഗ് ഇസ് എ ഹോളോ ഔട്ട് ഗ്രോത്ത് ഓഫ് ദി ബോഡി വാൾ. ഡിസ്റ്റിങ് ഹെഡ് ആബ്സെന്റ് ആണ്, അവിടെയും അങ്ങനെയായിരുന്നു. അനലിസിൽ ഡിസ്റ്റിങ് ഹെഡ് നീറസിലുണ്ടായിരുന്നു, ബാക്കിയുള്ളതിൽ ആബ്സെന്റ് ആയിരുന്നു. ആന്റിനെ ആനുലേറ്റഡ്, ആന്റിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ആനുലേറ്റഡ് ആയിരുന്നു അല്ലേ, അൺസെഗ്മെന്റഡ് ആയിട്ടുള്ള ആന്റിനെയാണ്. നെഫ്രീഡിയ ആയിരുന്നു എക്സ്ക്രീറ്ററി ഓർഗൻസ്. റീപ്രൊഡക്ടറി ഡക്റ്റുകൾ സീലിയേറ്റഡ് ആണ്. അപ്പോൾ അത്രയായപ്പം അനലിഡ്സിൻ്റെ കഴിഞ്ഞു. ഇനി അനലിഡ്സും ആർത്രോപോഡ്സും ആയിട്ട് ഷെയർ ചെയ്യുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണ്? ബോഡി സെഗ്മെന്റഡ് ആണ്. ഓക്കെ, അനലിഡ്സിന്റെ ബോഡി സെഗ്മെന്റഡ് ആണ്, ആർത്രോപോഡിന്റെ സെഗ്മെന്റഡ് ആണ്, നമ്മുടെ ഇവിടെ പെരിപാറ്റസിന്റെയും സെഗ്മെന്റഡ് ആണ്. അപ്പൻഡേജസ് പെയ്ഡ് ആണ്, സെഗ്മെന്റലി അറേഞ്ച്ഡ് ആണ്. ആ 3 പേരിലും അങ്ങനെയാണ്. മെറ്റാനെഫ്രീഡിയ ഓർ അതർ ഡെറിവേറ്റീവ്സ് ആർ പെയ്ഡ്, സെഗ്മെന്റലി അറേഞ്ച്. മെറ്റാനെഫ്രീഡിയ അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെഫ്രീഡിയ ആണ് നമ്മുടെ എക്സ്ക്രീറ്ററി ഫങ്ഷൻ ചെയ്യുന്നത്. അത് പെയ്ഡ് ആണ്, സെഗ്മെന്റലി അറേഞ്ച്ഡ് ആണ് 3 പേരിലും. നെർവസ് സിസ്റ്റം ലാഡർ ലൈക്ക് ആണ് 3 പേരിലും. യുണീക്ക് ഫീച്ചേഴ്സ് ഇനി പറയണം പെരിപാറ്റസിലെ. യുണീക്ക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് പെരിപാറ്റസിലെ? സെഗ്മെന്റേഷൻ നോട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. പിന്നെ 3 സെഗ്മെന്റഡ് ഹെഡ് എന്ന് പറയുന്നത് കണ്ടീഷൻ ആനലിഡ്സിനും ആർത്രോപോഡിന്റെയും ഇടയ്ക്കായിട്ട് വരുന്ന ഒരു ഫീച്ചറാണ്. കംപ്ലീറ്റ്ലി അനലിഡ് ആണോ അല്ല, കംപ്ലീറ്റ്ലി ആർത്രോപോഡ് ആണോ അല്ല, അങ്ങനത്തെ ഒരു കണ്ടീഷൻ ബിറ്റ്വീൻ ആനലിഡ് ആൻഡ് ആർത്രോപോഡനാണ്. ആന്റിന ആർത്രോപോഡ്സിന്റെ ആന്റിനെ പോലെ അല്ല ഇരിക്കുന്നത്, അതിന് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ആനുലേറ്റഡ് അല്ലായിരുന്നോ. പിന്നെ അതേപോലെ ക്യൂട്ടിക്കിൾ റഫാണ്, വെൽവെറ്റി ആയിട്ടുള്ള പ്രോസസ് ഉണ്ട്, കുഞ്ഞു പാപ്പില്ലാസ് ഒക്കെ ഉള്ള വെൽവെറ്റി പ്രോസസ് ഒക്കെ ഉണ്ട്. പിന്നെ 1 പെയർ ഓഫ് ജോസ് ആണുള്ളത്. ജോസ് ഇവിടെ സെപ്പറേഷൻ ഉണ്ട് ആണുള്ളത്. മൂവ്മെന്റ് എങ്ങനെയാണ്? ആന്റീരിയോ പോസ്റ്റീരിയർ ആണ് ഇതിന്റെ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. ലെഗ്സ് അൺജോയിന്റഡ് ആൻഡ് ക്ലൗഡ് ആണ്, യുണീക്ക് ക്യാരക്ടേഴ്സ് ആണ് ഇത്. കാരണം ചില ഡിഫറൻസ് ഉണ്ട്. ഇപ്പം അനലിഡ് എടുത്തു കഴിഞ്ഞാലും അതേപോലെ അല്ലല്ലോ ഇതിന്റെ ലെഗ്സ്, ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്പൈറക്കിൾസ്, ബോഡിയിൽ എയർ എക്സ്ചേഞ്ചിനുള്ള ഓപ്പണിംഗ്, എയർ റിസീവ് ചെയ്യാനുള്ള ഓപ്പണിംഗ് ആണ് സ്പൈറക്കിൾസ്. അത് റെഗുലർ അല്ല, ഇറഗുലർ ആണ്. പിന്നെ നെർവ് കോഡ്, വെൻട്രൽ നെർവ് കോഡ് വൈഡ്ലി സെപ്പറേറ്റഡ് ആണ്, അതിന്റെ സെപ്പറേഷൻ വൈഡ് ആണ്. ട്രൂ ഗാംഗ്ലിയ ഇവിടെ ആബ്സെന്റ് ആണ്. പിന്നെ ഐസ് സ്ട്രക്ചർ ഓഫ് ഐ എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് അല്ല. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പെരിപാറ്റസിനെ നല്ലതായിട്ട് ബൈഹേർട്ട് ചെയ്യുക. സോ വിത്ത് ദിസ് ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദിസ് ചാപ്റ്റർ ഓൺ ഐക്കോഫോറ ഹിയർ. താങ്ക് യു. I'm an icon, man. Ain't my girl about a 10. I should fuck her in a Benz.